ഹലോ, അപ്പോൾ ഇന്നത്തെ റെസിപ്പി നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ, അതുപോലെ നല്ല ടേസ്റ്റും ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ണിയപ്പമാണിത്. അപ്പോൾ നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. വേണമെങ്കിൽ നിങ്ങൾക്ക് അളവൊരിച്ചിരി കുറക്കാം. ഇതിലോട്ട് ഇനി വേണ്ടത് 1/2 കപ്പ് വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ഒരു വെള്ളത്തിൻ്റെ അളവ് ഞാൻ പിന്നീട് പറയാം കേട്ടോ. നമ്മൾ ആദ്യം ഇത് സാദാ ഉരുക്കിയെടുക്കുന്ന പോലെ ഒന്ന് ഉരുക്കിയെടുക്കുക. ഇനി വേണ്ടത് നമുക്ക് റവയാണ്. 1/2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. മെഷർമെൻറ്റ് കപ്പിൽ തന്നെ 1 കപ്പും അതുപോലെ 1/2 കപ്പും എന്ന രീതിയിൽ എടുത്തിട്ടുണ്ട്. വറുക്കാത്ത റവയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് നമുക്ക് 1 കപ്പ് പാല്, സാദാ പശുവിൻ പാലാണ്. ഇപ്പോൾ ഈ ഒരു പാലെടുത്തത് കണ്ടില്ലേ, ലെവലായിട്ട് ഇതുപോലെ ലെവലായിട്ടല്ലേ ഉള്ളത്. ഇതുപോലെ തന്നെയാണ് നമ്മൾ റവയും കൂടെ എടുക്കേണ്ടത്. എന്നിട്ടിത് രണ്ടും കൂടെ, ഈ ഒരു പാലും റവയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ ഒരു ഉണ്ണിയപ്പം ഞാൻ ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി. ഞാൻ വാട്സപ്പിലും ഒക്കെ ഷെയർ ചെയ്തപ്പോൾ കുറേ പേര് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഉണ്ണിയപ്പമാണ്. കഴിച്ചവരൊക്കെ എല്ലാവർക്കും നല്ല ഇഷ്ടമായൊരു ഉണ്ണിയപ്പമാണ്. ഇനി ഇതിപ്പോൾ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് ഇനി വെള്ളമൊന്നും ചേർക്കാനൊന്നുമില്ല. നമ്മൾ നേരത്തെ മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ശർക്കര ഉണ്ടല്ലോ, ആ ഒരു ശർക്കര പാനിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ മെൽറ്റായി വന്നപ്പോൾ. ഇനി വേണ്ടത് ഇതിലോട്ട് നേന്ത്രപ്പഴം, നല്ല അത്യാവശ്യം നല്ല വലിയൊരു നേന്ത്രപ്പഴം തന്നെ എടുക്കുക. ഇതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കരപ്പാനി ഒന്ന് ചൂടാറിയതിന് ശേഷം ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിന്. നമ്മൾ ശർക്കരപ്പാനിയുടെ അളവ് ഇപ്പോൾ അത് മെൽറ്റ് ചെയ്ത് വന്നപ്പോൾ ശർക്കരപ്പാനി കറക്റ്റ് നമുക്ക് വേണ്ടത് 1 കപ്പാണ്. ഇനിയിപ്പോൾ 1 കപ്പ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ സാദാ വെള്ളം ചേർത്തിട്ട് അത് 1 കപ്പ് ആക്കിയാൽ മതി. നല്ല തിക്കായിട്ടാണ് വന്നിട്ടുള്ളതെങ്കിൽ നോർമൽ വെള്ളം ചേർത്തിട്ട് 1 കപ്പ് ആക്കാം. അതുപോലെ വെള്ളം അധികമാണ് എന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടെ ഒന്ന് വറ്റിച്ച് കറക്റ്റ് 1 കപ്പ് ആക്കി എടുത്താൽ മതി. ഇതിപ്പോൾ നമ്മൾ റവയും പാലും മിക്സ് ചെയ്തത് ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ല, ആ ശർക്കരപ്പാനി ഞാൻ കറക്റ്റ് 1 കപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ 1 കപ്പാണ് ശർക്കരപ്പാനിയുടെ അളവ്. പിന്നെ നമ്മൾ റവയും പാലും ചേർത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്തിട്ട് കുറേ നേരം വെക്കണം അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു ശർക്കരപ്പാനി ഒന്ന് ചൂടാറി കിട്ടിയാൽ മതി. ഇനി ഇതിലോട്ട് വേണ്ടത് നമുക്ക് ഏലക്ക, ഒരു 4 ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക നന്നായിട്ട്. അപ്പോൾ ഇതാ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത പഴമൊക്കെ നന്നായിട്ട് തന്നെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അരിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. കുറേ നേരം റണ്ണിങ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കി കൊടുക്കാം. ഇനി വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. വേണമെങ്കിൽ മാത്രം നല്ലോണം കട്ടിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം 1-2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷെ ഞാനിതിലോട്ട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നല്ല പാകത്തിനുള്ള പരുവം തന്നെയാണ്. നല്ല കറക്റ്റ് പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മളെടുത്ത 1 കപ്പ് ശർക്കരപ്പാനി, 1 കപ്പ് പാല്, 1/2 കപ്പ് റവ, 1 പഴം. ഇനി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങാക്കൊത്ത്, നെയ്യിൽ മൂപ്പിച്ച തേങ്ങാക്കൊത്താണ്. ഒരു 2-3 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച തേങ്ങാക്കൊത്ത് ഒന്ന് നെയ്യിൽ മൂപ്പിച്ചെടുത്തതാണ്. അതുപോലെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിന്. നെയ്യിൽ മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ ക്യൂമിൻ, ചെറിയ ജീരകം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/4 ടീസ്പൂൺ മാത്രം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. 1/4 ടീസ്പൂൺ മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇനി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തില്ലെങ്കിലും നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും. അപ്പോൾ ചെറുതായിട്ടൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തത്. ഓപ്ഷണലാണ് തികച്ചും. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു പരുവം. ഞാൻ വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടൊന്നുമില്ല. നമ്മൾ സാധാ ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പരുവം തന്നെയാണ്. നെയ്യപ്പം ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും ഒരു പൊടിക്ക് ലൂസാണ് ഉണ്ണിയപ്പത്തിൻ്റെ മാവ്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഉണ്ണിയപ്പച്ചട്ടി നല്ല ചൂടായ ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം 3/4 ഭാഗത്തോളം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമ്മൾ തേങ്ങാക്കൊത്ത് മൂപ്പിച്ചെടുത്ത നെയ്യ് ബാലൻസ് ഉണ്ടായത് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറേശ്ശെ ഇതുപോലെ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ മതി. ആ ഒരു ഫ്ലേവറും കൂടെ കിട്ടും. ഇനി നമുക്കിതിലോട്ട് മാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു കുഴിക്കകത്ത് ഏകദേശം നിറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കുക. അതുപോലെ ഫ്ലെയിം കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചാൽ മതി. അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമിലോട്ട് ആക്കിയിട്ട് ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് വേവിച്ചെടുക്കാനായിട്ട്.
അപ്പോൾ അത് എല്ലാ കുഴിക്കകത്തും മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. ഒരു സൈഡ് ഒരു ലൈറ്റ് ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. നമുക്കിങ്ങനെ നോക്കും, ഇങ്ങനെ ഇതാക്കുമ്പോൾ തന്നെ നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അതുപോലെ മുകൾ ഭാഗം കുറച്ചൊന്ന് വെന്ത് കിട്ടണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ മുകൾ ഭാഗം മാവൊക്കെ ഇങ്ങനെ ഒലിച്ച് വരും നമ്മൾ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ. അപ്പോൾ മുകൾ ഭാഗം കുറച്ചൊന്ന് ഡ്രൈ ആയിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് കിട്ടണം. അതുപോലെ മാവ് ഡ്രൈ ആയി വന്നാൽ മതി കേട്ടോ. മുകൾ ഭാഗം നമ്മൾ പിന്നെ തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ അത് വെന്തോളും. അതുപോലെ അടിഭാഗം ഇതുപോലെ ലൈറ്റ് ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇനി മറ്റേ സൈഡും കൂടെ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കിത് മാറ്റാം. ഈ ഒരു ഉണ്ണിയപ്പത്തിനൊരു കഥയുണ്ട് കേട്ടോ. ഞാൻ ഈ അടുത്തൊരു ഷോർട്ട് ചാനലിൽ കണ്ട റെസിപ്പിയാണ്. അതിൽ അത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടായിരുന്നില്ല. ആ ജ്യൂസ് വ്ളോഗൊന്നും അങ്ങനെ ഏതോ ചാനലിൽ കണ്ട റെസിപ്പിയാണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ പോയി നോക്കിയത്. അതിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഉണ്ടാക്കി നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നുമുണ്ട്, എളുപ്പമാണ്. ഉണ്ണിയപ്പം പല രീതിയിലും ഉണ്ടാക്കിയെടുക്കാറുണ്ട്. അപ്പോൾ ഈ അടുത്ത് തന്നെ ഞാൻ ഒറ്റ വീഡിയോയിൽ പലതരം ഉണ്ണിയപ്പം എന്ന രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അരി വെച്ചിട്ടും അരിപ്പൊടി വെച്ചിട്ടും ചോറ് വെച്ചിട്ടും ഒക്കെയുള്ള ഉണ്ണിയപ്പം. അതിനേക്കാളൊക്കെ ഇത് നല്ല സോഫ്റ്റും നല്ല എളുപ്പവും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായ ഒരു ഉണ്ണിയപ്പമാണ് കേട്ടോ ഇതിപ്പോൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മാറ്റാം. ഇപ്പോൾ കണ്ടില്ല, നല്ല മറ്റേ സൈഡും കൂടെ നല്ല പാകത്തിന് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഓവറാക്കി എടുക്കേണ്ട, പാകത്തിന് ഫ്രൈ ആയി വരുമ്പോൾ മാറ്റിയാൽ മതി. ഈ ഒരു രീതിയിൽ ബാക്കിയുള്ളത് ചുട്ടെടുക്കുക. ഇനി നമുക്ക് 2 പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട്. 12 കുഴിയുള്ള ചട്ടിയാണിത്. ഇനി നമുക്ക് 2 പ്രാവശ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള മാവുണ്ട് കറക്റ്റ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇനിയിപ്പോൾ ഇതിൽ എണ്ണയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും എണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അതുപോലെ ഫ്ലെയിം കുറവാണ് എന്നുണ്ടെങ്കിൽ മാവ് ഒഴിക്കുന്ന സമയത്ത് ഒരു ഇച്ചിരി ഫ്ലെയിം കൂട്ടുക, പിന്നീട് കുറച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒരിക്കലും ഉണ്ടാക്കി നോക്കാം കേട്ടോ. എന്തായാലും ഇഷ്ടപ്പെടും. അത്രയ്ക്കും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം സോഫ്റ്റ് ഉണ്ടെന്ന്. അതുപോലെ നല്ല പൊങ്ങി വന്നിട്ടുമുണ്ട്. ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. ചൂടുണ്ട്, ചൂടാറിയിട്ടൊന്നുമില്ല. ചൂടാറിയാലും ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അതുപോലെ നമുക്കിതൊരു 4-5 ദിവസമൊക്കെ നമുക്ക് കേടാവാതെ നമുക്ക് സ്റ്റോർ ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും അല്ല, പുറത്ത് തന്നെ വെച്ചാൽ മതി. സെയിൽ ചെയ്യുന്നവരാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഏറ്റവും നല്ലതാണ് കേട്ടോ ഇതുപോലുള്ളൊരു ഉണ്ണിയപ്പം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല റെസിപ്പിയുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്